നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിലെ പൊതുശ്മശാനം തുറന്നു കൊടുക്കുന്നതിലെ കാലതാമസത്തിന് കാരണം നഗരസഭാ ചെയർമാനും ചില ഭരണസമിതി അംഗങ്ങളുമാണെന്ന് മുഹമ്മദ് മുഹസിൻ MLA. ഇവർ ഉദ്യോഗസ്ഥരെയും കരാറുകാരനെയും ഭീഷണിപ്പെടുത്തുകയാണെന്നും പ്രവർത്തികൾ വൈകിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും MLA കുറ്റപ്പെടുത്തി. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിനു ശേഷമായിരുന്നു MLAയുടെ പ്രതികരണം. പട്ടാമ്പി ശ്മശാനത്തിന് ആദ്യഘട്ടത്തിൽ 55 ലക്ഷം രൂപ MLA ഫണ്ടിൽ കൊടുത്തു. അതിന്റെ സിവിൽ വർക്ക് ഏതാണ്ട് പൂർത്തീകരിക്കുമ്പോൾ പിന്നീട് MP ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള മിഷണറി സാധനങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷെ MP ഫണ്ട് വരാൻ വൈകുമെന്ന് കണ്ടപ്പോൾ വീണ്ടും 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ കൊടുത്ത് അതിന്റെ മിഷണറി സാധനങ്ങളും ജനറേറ്റർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ആ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചു. 10 ദിവസത്തെ വർക്ക് കൊണ്ട് പൂർത്തീകരിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഭരണസമിതിയിലെ ചില അംഗങ്ങൾ, പ്രത്യേകിച്ച് ചെയർമാൻ അടക്കമുള്ള ആളുകൾ ബോധപൂർവം ഈ കരാറുകാരനെയും അതോടൊപ്പം തന്നെ 2 കരാറുകാരാണുള്ളത്, ആ 2 കരാറുകാരെയും അതോടൊപ്പം ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇത് വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. 10 ദിവസം കൊണ്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്ന ഇത് മാസങ്ങളായിട്ട് വൈകിപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴും മുനിസിപ്പാലിറ്റി അത് വൈകിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ജനങ്ങൾക്ക് ശരിക്കും 10 ദിവസം എന്ന് പറഞ്ഞാൽ ഇനി ജനറേറ്റർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ട്രയൽ റണ്ണ് നടത്തുക എന്നുള്ള ചെറിയ ചെറിയ വർക്കുകൾ, അതിന്റെ ബോർഡ് വെക്കുക എന്നുള്ള വർക്കുകൾ അടക്കമുള്ള വർക്കുകളാണ് അവിടെ പെൻഡിങ്. അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് കരാറുകാരനെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും മുനിസിപ്പൽ ചെയർമാനും ഭരണസമിതിയിലെ ചില അംഗങ്ങളും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനും പട്ടാമ്പിയിലെ ശ്മശാനം യാഥാർത്ഥ്യമാക്കാനും കഴിയും. മുനിസിപ്പാലിറ്റിക്ക് എന്ത് താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണോ അത് വൈകിപ്പിക്കുന്നത്, അത് ആ നടപടി ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പൂർണ്ണമായി MLA ഫണ്ട് കൊടുത്ത് ആ ഫണ്ടിൽ അതിനെല്ലാ നടപടിയും സ്വീകരിച്ചു. ഇനി എന്തെങ്കിലും തടസ്സം, ഫണ്ടിന്റെ കുറവുണ്ടെങ്കിൽ ഇനിയും ഫണ്ട് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഫണ്ടിന്റെ പ്രശ്നമല്ല, ബോധപൂർവം വൈകിപ്പിക്കാൻ മുനിസിപ്പാലിറ്റി ഇടപെടുന്നുണ്ട്. ശ്മശാനം അടിയന്തരമായി തുറന്നു കൊടുക്കാൻ, MLA ഫണ്ട് പൂർത്തീകരിക്കാൻ മുനിസിപ്പാലിറ്റിയുടെ കസ്റ്റഡിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുനിസിപ്പൽ AE അടക്കമുള്ളവരാണ് ഇതിന്റെ വർക്ക് നടത്തേണ്ടത്, MLA ഫണ്ട് ആണെങ്കിലും എന്നുള്ളത് കൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റി അതിൽ ഇടപെട്ട് അത് വൈകിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പട്ടാമ്പിയിലെ ശ്മശാനം MLA ഫണ്ടിൽ 1,05 ലക്ഷം രൂപ കൊടുത്തത് വളരെ വേഗത്തിൽ അത് തുറന്നു കൊടുക്കാൻ മുനിസിപ്പാലിറ്റി സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്മശാനത്തിന്റെ എല്ലാ പ്രവർത്തനവും 10 ദിവസം കൊണ്ട് തുറന്നു കൊടുക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അത് മാസങ്ങളോളം വൈകിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുന്ന മുനിസിപ്പൽ ഭരണസമിതി ആ കാര്യത്തിൽ നിന്ന് പിന്മാറി പൊതുജനങ്ങൾക്ക്, പട്ടാമ്പിയുടെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ് ഈ ശ്മശാനം. ഒരു വലിയ വിഭാഗത്തിന്റെ അവകാശം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അത് തുറന്നു കൊടുക്കാനുള്ള സഹകരണം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് കൂടി. കുടുംബ പ്രശ്നത്തെ തുടർന്ന് സ്വന്തം കാറിന് തീയിട്ട യുവാവ്. തൃത്താല തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ കറുകപ്പുത്തൂരിലായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി 10ഓടെ കറുകപ്പുത്തൂർ ഹെൽത്ത് സെന്ററിന് സമീപം റോഡരികിൽ ഒരു കാർ ആളിപ്പടർന്ന് കത്തുന്നത് കണ്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. വൻ തീയും പുകയുമാണ് വാഹനത്തിൽ നിന്ന് ഉയർന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി അതിവേഗം തീയണച്ചെങ്കിലും അപ്പോഴേക്കും കാർ ഏതാണ്ട് പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. തൊട്ടുപിന്നാലെ ചാലിശ്ശേരി പോലീസും സ്ഥലത്തെത്തി കാറിന്റെ ഉടമയായ എറണാകുളം സ്വദേശിയായ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതിയുടെ വിചിത്രമായ മൊഴി പുറത്തുവന്നത്. പ്രതിയുടെ ഭാര്യ തിരുമിറ്റക്കോട് ഭാഗത്ത് ജോലി ചെയ്തു വരികയാണ്. കുറച്ചുകാലമായി ഇയാൾക്ക് ഭാര്യയെ സംശയമായിരുന്നു. ഇതേച്ചൊല്ലി ഇരുവരും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാവുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഈ സംശയവും ദേഷ്യവും മൂലമാണ് സ്വന്തം കാറിന് തന്നെ തീയിട്ടതെന്ന് യുവാവ് പോലീസിനോട് സമ്മതിച്ചു. പൊതുസ്ഥലത്ത് ആളുകളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ വാഹനത്തിന് തീയിട്ട് അപകടമുണ്ടാക്കിയതിന് ചാലിശ്ശേരി പോലീസ് ഇയാൾക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. പട്ടാമ്പി പാലത്തിന് സമീപം തകർന്ന റോഡിലെ കുഴികൾ അടയ്ക്കാൻ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ശ്രമം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് റോഡിലെ കുഴികൾ കോൺക്രീറ്റ് ചെയ്തത്. പട്ടാമ്പി പാലത്തിന് സമീപം തൃത്താല റോഡിൽ രൂപപ്പെട്ട കുഴികൾ അടയ്ക്കാനാണ് ഗ്രാമപഞ്ചായത്ത് അംഗം അലി പൂത്തിങ്ങൽ നേതൃത്വത്തിൽ ശ്രമദാനം നടത്തിയത്.
വലിയ കുഴികളാണ് പാലത്തിന്റെ പല ഭാഗങ്ങളിലും രൂപപ്പെട്ടിട്ടുള്ളത്. ഇതാണ് കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് തൂർത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു പ്രവർത്തനം. പാലത്തിനോട് ചേർന്ന് റോഡിൽ വലിയ തരത്തിലാണ് ഇവിടെ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് അംഗത്തിനൊപ്പം KP അജ്മൽ, KP അൻഷാദ്, K അൻസാർ, T ഷാഫി, KP ഉനൈസ്, OK ഫൈസൽ എന്നിവരും ഉണ്ടായിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം കുഴികളെല്ലാം കോൺക്രീറ്റ് ചെയ്ത് അടയ്ക്കുകയും ചെയ്തു. പട്ടാമ്പിയിൽ ഈ മാസം 13-ന് EMS സ്മൃതി സംഘടിപ്പിക്കും. CPM കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ് EMS സ്മൃതി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. EMSന്റെ ഓർമ്മയിലാണ് പട്ടാമ്പിയിൽ EMS സ്മൃതി സംഘടിപ്പിക്കുന്നത്. ജൂൺ 13-ന് വൈകുന്നേരം 4 മണിക്ക് രാജപ്രസ്ഥം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് EMS സ്മൃതി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന്റെ നേട്ടങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും എന്ന വിഷയത്തിൽ സംവാദവും നടക്കും. CPM കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ് EMS സ്മൃതി ഉദ്ഘാടനം ചെയ്യും. മറ്റു നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. EMS എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിൻ്റെ ഈ സംസ്ഥാന രൂപീകരണത്തിലും തുടർന്ന് ഇന്ന് വരെയുള്ള വളർച്ചയിലും വളരെ വലിയ പങ്ക് വഹിച്ച ഒരു മഹാനായ മനുഷ്യനാണ്. ജൂൺ 13-ന് ആണ് അദ്ദേഹം ജനനം. 1909 ജൂൺ 13-ന്. 98 മാർച്ച് 19-നാണ് അദ്ദേഹം നമ്മൾ വിട്ടുപോയത്. അങ്ങനെ ഒരു നൂറ്റാണ്ട് മുഴുവൻ പുണർന്നു കിടക്കുന്നൊരു ജീവിതമാണ് അദ്ദേഹത്തിനുള്ളത്. ഈ ജീവിതത്തിനുള്ളിൽ കേരളത്തെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുള്ള ഒരാളാണ് EMS. നമുക്കറിയാൻ കഴിയും. ഇപ്പോൾ കേരള സംസ്ഥാന രൂപീകരണം തന്നെ EMS മുന്നോട്ട് വെച്ചൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 1.25 കോടി മലയാളികൾ എന്ന ഒരു ലഘുലേഖയിലൂടെയാണ് മലയാളികൾ എന്നൊരു ജനതയുണ്ട് എന്ന് ലോകത്തോട് EMS വിളിച്ചു പറഞ്ഞത്. തിരുവിതാംകൂറിലും കൊച്ചിയിലും കേരളത്തിലും ജീവിക്കുന്ന മലയാളം സംസാരിക്കുന്ന മനുഷ്യർ ഒരൊറ്റ ജനതയാണ് എന്ന് സ്ഥാപിക്കുന്നതായിരുന്നു 1.25 കോടി മലയാളികൾ എന്ന ലഘുലേഖ. EMSന് പട്ടാമ്പിയുമായി അഗാധമായ ബന്ധമുണ്ട്. ഇന്ന് കേരളം പുതിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന കാലഘട്ടം കൂടിയാണ്. അതിനെയും നേരിട്ട് മുന്നേറേണ്ടതുണ്ട്. EMSന്റെ ചിന്തകളും അനുഭവങ്ങളും വിശകലനം ചെയ്യുന്നതോടൊപ്പം ഇതിനുള്ള വഴി കൂടി വെട്ടിത്തുറക്കേണ്ടതുണ്ടെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ TK നാരായണദാസ്, കൺവീനർ T ഗോപാലകൃഷ്ണൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കേരളത്തെ ഈ രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാളാണ് EMS കൊണ്ട് അതിൻ്റെ ഓർമ്മ ദിനത്തിൽ നമ്മൾ ഒത്തുകൂടുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം EMSന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇതിലുള്ള പങ്കെന്താതെ വിലയിരുത്തണം. അതോടൊപ്പം തന്നെ ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളം എങ്ങനെ മുന്നോട്ട് പോകണം, ഇന്നിനി ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകണം, നമ്മുടെ ഈ മതനിരപേക്ഷ ജീവനം സംരക്ഷിക്കാനും അത് കൂടുതൽ നീതിപൂർവമായ ഒരു ജീവിതത്തിനും വേണ്ടി എങ്ങനെ കേരളവും ഇന്ത്യയും മുന്നോട്ട് പോകണം എന്നതുമായി ബന്ധപ്പെട്ട കൂട്ടായ ഒരു ആലോചനയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണ സെമിനാർ എന്ന് പറയാതെ ഒരു സംവാദം എന്ന് പറയുന്നത്. നമ്മുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് P രാജീവ് വരുന്നുണ്ട്. രാജീവ് ഒരു വിഷയം അവതരിപ്പിക്കും. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ വ്യത്യസ്ത അഭിപ്രായ പ്രകടിപ്പിക്കലെല്ലാം ആയിട്ട് ഒരു സംവാദ രൂപത്തിൽ കൊണ്ടുപോകണം. വെറും ഒരു ഏകപക്ഷീയ സെമിനാറല്ല, എല്ലാവർക്കും പങ്കാളിത്തം സെമിനാറായിട്ട് വളർത്തിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വൈകുന്നേരം 4 മണിക്ക് രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിലാണ് 13-ാം തീയതി. ആ കൂട്ടായ ആലോചനയിലേക്ക് എല്ലാവരെയും EMSന്റെ ഓർമ്മയിൽ നിന്നുകൊണ്ടുള്ള വളരെ ഗൗരവപ്പെട്ട ഒരു ആലോചനയിലേക്ക് എല്ലാവരെയും. ഗൾഫിൽ നിന്ന് TV എത്തിച്ച് ലോകകപ്പ് കണ്ട പഴയ കാലം. അരനൂറ്റാണ്ടിന്റെ ഫുട്ബോൾ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ചാലിശ്ശേരി സ്വദേശി CV സൈമൺ. 2026 ഫിഫ ലോകകപ്പിന്റെ ആവേശം ലോകമെങ്ങും അലയടിക്കുമ്പോൾ അരനൂറ്റാണ്ടിലേറെ നീളുന്ന തന്റെ ഫുട്ബോൾ പ്രണയത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ചാലിശ്ശേരി ഹൈസ്കൂൾ റോഡിൽ ചീരൻ വർഗീസ് മകൻ സൈമൺ. 69 വയസ്സുള്ള സൈമണിന് ലോകകപ്പ് ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, ജീവിതത്തിന്റെ ഭാഗമാണ്. 1970കളുടെ അവസാനത്തിൽ ലോകകപ്പ് മത്സരങ്ങൾ കാണാനുള്ള സാഹചര്യങ്ങൾ എളുപ്പമായിരുന്നില്ലെന്ന് ഓർക്കുന്നു. 1970-ലെ ആ 3 വട്ടം ലോകകപ്പ് നേടിയിട്ടുള്ളത് ഒരേ ഒരു ടീം അവരായിരുന്നു. ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടിയിട്ടുള്ള ടീമും ബ്രസീൽ 5 വട്ടം. അതുകൊണ്ട് ഇപ്പോഴത്തെ ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ സാധ്യത 3 ടീമിലുള്ളതിൽ കുറച്ച് മുൻതൂക്കം ബ്രസീലിനുണ്ട്. ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള 2 ടീമുകളെ കാണാനുള്ളൂ. ഒന്ന് ബ്രസീലും ഒന്ന് അർജന്റീനയും. ബ്രസീലും അർജന്റീന ഇപ്രാവശ്യം ഫൈനലിൽ വരികയാണെങ്കിൽ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആവേശമുള്ള ഒരു മാച്ചാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിതാവ് വർഗീസിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശിലെ രാജമഹേന്ദ്രവരത്ത്
പഠിച്ചിരുന്ന കാലത്താണ് ഫുട്ബോളിനോടുള്ള ഇഷ്ടം തോന്നിയത്. CMH ഗവൺമെന്റ് സ്കൂളിലെ ഫുട്ബോൾ ക്യാപ്റ്റനായിരുന്ന സൈമണിന് അന്നു മുതൽ കാൽപന്ത് കളിയോടുള്ള ഇഷ്ടം ഹൃദയത്തിൽ ഇടം പിടിച്ചു. ഫുട്ബോളിനോടുള്ള ആവേശം മനസ്സിലാക്കിയ ഗൾഫിലായിരുന്ന ജ്യേഷ്ഠൻ കൊച്ചു മാത്യു 1979 ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ അയച്ചു നൽകി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ TV ട്രെയിൻ മാർഗം രാജമണ്ഡ്രിയിലെത്തിച്ചാണ് 1982 ലോകകപ്പ് കണ്ടത്. ഇന്ത്യയിൽ ലോകകപ്പ് മത്സരങ്ങളുടെ സംപ്രേഷണം പരിമിതമായിരുന്ന ആ കാലത്ത് ശ്രീലങ്കയുടെ രൂപവാഹിനി ചാനൽ വഴിയാണ് ലോകകപ്പ് മത്സരങ്ങൾ കണ്ടത്. 1983 ചാലിശ്ശേരിയിലെത്തിയ ശേഷവും ഫുട്ബോൾ പ്രണയത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. തികഞ്ഞ ബ്രസീൽ ആരാധകനായ സൈമണിന് ലോകകപ്പ് ചരിത്രത്തിലെ ടീമുകളെയും താരങ്ങളെയും കുറിച്ചുള്ള അറിവ് ഇന്നും അത്ഭുതപ്പെടുത്തുന്നതാണ്. ബ്രസീലിന് മുൻതൂക്കമുണ്ട്. പക്ഷേ 3 ടീം, ബ്രസീലും അർജന്റീന, ഫ്രാൻസ് ഏറ്റവും കപ്പ് നേടാനുള്ള സാധ്യതയുള്ള 3 ടീമുകളാണ്. ഏകദേശം അതേ സ്റ്റാൻഡേർഡുള്ള ടീമുകൾ ഇപ്പോൾ പോർച്ചുഗൽ ഉണ്ട്, സ്പെയിൻ ഉണ്ട്. കുടുംബത്തിലെ ജ്യേഷ്ഠ സഹോദരൻ കൊച്ചുമാത്യുവും അനുജൻ ജോൺസണും ബ്രസീൽ ആരാധകരാണ്. ടെലിവിഷൻ സ്ക്രീനിൽ തുടങ്ങി സ്റ്റേഡിയം ഗാലറികളിലേക്ക് നീണ്ട ആ യാത്ര ഇന്നും തുടരുകയാണ്. 2026 ലോകകപ്പ് ആരംഭിക്കാനിരിക്കെ ബ്രസീലിനോടുള്ള തന്റെ അചഞ്ചലമായ ആരാധനയും ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത സ്നേഹവും സൈമൺ പങ്കുവച്ചു. ചാലിശ്ശേരി ഗ്രാമത്തിന്റെ കായിക രംഗത്തിന്റെ വളർച്ചയിൽ സജീവ പങ്കുവഹിച്ച സൈമൺ GCC ക്ലബിന്റെ ആദ്യ ജോയിന്റ് സെക്രട്ടറിയും ഗ്രാമീണ വായനശാലയുടെ ആദ്യകാല പ്രവർത്തകനുമായിരുന്നു. അന്നുള്ള ഈ 2022 വരെ എല്ലാ ലോകകപ്പും കുറിച്ച് കാണാറുണ്ട്. അതിൽ ഒരു 95% ഈ മെക്സിക്കോയിലും പിന്നെ അമേരിക്കയിലും നടക്കുന്ന പുലർച്ചയായിട്ടുള്ള സമയത്ത് ചില കളികൾ മാത്രം, ഈ ക്വാളിഫയിങ് മാച്ച് മാത്രമേ കാണാം. ഒരു മാസത്തിനിടയിൽ വാഹനാപകടങ്ങളിൽ മരണപ്പെട്ട കുമ്പിടി ക്ഷീരസംഘം പ്രസിഡന്റ് വേണുഗോപാലൻ മാസ്റ്ററെയും തണ്ണീർക്കോട് ക്ഷീരസംഘം പ്രസിഡന്റ് ബാലകൃഷ്ണനെയും തൃത്താല മേഖലയിലെ അപ്കോസ് സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ പൊതുയോഗം മിൽമ ചെയർമാൻ KS മണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. മിൽമ ഭരണസമിതി മുൻ അംഗം VV ബാലചന്ദ്രൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അഖില, M രജിഷ, നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആര്യൻ മാസ്റ്റർ, നാരായണൻകുട്ടി, പട്ടാമ്പി മിൽമ സൂപ്പർവൈസർ രേഷ്മ, ആലൂർ ക്ഷീരസംഘം പ്രസിഡന്റ് ശക്തി, ഷിബിൻ, ചാലിശ്ശേരി ക്ഷീരസംഘം പ്രസിഡന്റ് സുനിൽ മാസ്റ്റർ, ജനപ്രതിനിധികൾ, മിൽമ ഡയറി ജീവനക്കാർ, ക്ഷീരസംഘം പ്രസിഡന്റുമാർ, ഭരണസമിതി അംഗങ്ങൾ, പരേതരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വിഷയം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അകാല നിര്യാണം എന്ന് പറയുന്നത് അപകടത്തിലൂടെയാണെന്നുള്ളത്. അങ്ങനെ ഒരു സാദൃശ്യം കൂടെ നമ്മൾ ഈ അനുസ്മരണ യോഗത്തിലേക്ക് യഥാർത്ഥത്തിൽ രണ്ടുപേരും കുറേ കാലം കൂടെ ഈ മേഖലയിലേക്കും ക്ഷീരമേഖലയിലേക്കും പൊതുമണ്ഡലത്തിലേക്കും അവരുടെ സേവനം വലിയ തോതിൽ ചെയ്യാനായുള്ള സമയവും അതുപോലെ തന്നെ ആരോഗ്യമുള്ള വ്യക്തികളാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ പല കാര്യങ്ങളും നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു വേണുഭാഷൻ 2-3 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് ജീവിതം രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മരണപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ ആ അന്ത്യകർമ്മങ്ങളുടെ ആ സമയത്ത് ഞാനും അവിടെ എത്താൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിയുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല, ഗുജറാത്തിലൊരു പരിപാടിയിലാണ്. എനിക്ക് വരാൻ കഴിഞ്ഞില്ല. പിന്നീട് വിളിച്ച് ബാലേന്ദ്രത്തിൽ ഇങ്ങനെ യോഗം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നത്തെ യോഗത്തിൽ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ കഴിഞ്ഞു. ഇവിടെ പോലെ തന്നെ ഒരു ക്ഷീരസംഘം പ്രാഥമിക ക്ഷീരസംഘത്തിൻ്റെ ആ പ്രദേശം DYFI ചാലിശ്ശേരി പടിഞ്ഞാറേമുക്ക് കമ്മിറ്റി പഠനോത്സവം അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ചാലിശ്ശേരി അങ്ങാടി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി TP ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി ഷാജൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KA പ്രയാൺ, ടൗൺ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി KG സണ്ണി, പഞ്ചായത്ത് അംഗം ആനി വിനു, ജില്ലാ പഞ്ചായത്ത് അംഗം സുധീഷ്, ഷാജിമോൾ എന്നിവർ സംസാരിച്ചു. SSLC+2 വിജയികൾക്ക് മൊമന്റോ നൽകി അനുമോദിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വിജയികൾക്ക് വൃക്ഷത്തൈകളും നൽകി. പരിപാടിക്ക് ഫ്ലെമിംഗ് ആൻഡ്രി സ്വാഗതവും സുവിൻ നന്ദിയും പറഞ്ഞു. DYFI മേഖലാ പ്രസിഡന്റ് പ്രവീൺ, അനീഷ്, ബാബു, സന്തോഷ്, അക്ഷയ്, നിഖിൽ, സജിത്, മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.